പറയുന്നവരാണ് സുന്നികൾ എന്ന് വരുത്തി തീർത്ത് അവരെ മുശ്രിക്കാക്കാൻ സത്യത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു സാങ്കേതികമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് നിർവഹിക്കുന്നേയില്ല. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ പ്രസംഗിച്ചു എന്നല്ലാതെ ഒരിക്കലും ഇതുവരെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ എന്താണ് അതിന്റെ നിർവചനം? ആ പ്രാർത്ഥനയുടെ നിർവചനം ആര് പറഞ്ഞു? ഏത് കിതാബിൽ നിന്നാണ് നിങ്ങളത് ഉദ്ധരിക്കുന്നത്? അതിനുള്ള ആയത്ത് ഏതാണ് എന്ന് നിങ്ങൾ പറയണം. അപ്പൊ ചോദ്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയം തീർക്കാൻ പോവാണ്. പ്രാർത്ഥന, അതിന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു നിർവചനമുണ്ട്. ആ നിർവചനത്തിലുള്ള പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് പറ്റുമെന്ന് ഇവിടെ ഒരു സുന്നിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഇവർ പറയും ആദം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, ഈസാ നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ഞങ്ങളും സമ്മതിക്കുന്നു, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവിനോട് അല്ലാത്തവരോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അത് പറ്റൂല എന്ന് പറയുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മളോടാണ് പിന്നെ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു നബി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മറുപടി, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ് ഞങ്ങൾ പറയുന്നത്? പ്രാർത്ഥന അല്ലാഹുവിനോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന. അതേ സമയത്ത് സഹായം തേടൽ അത് അല്ലാഹു സഹായിയായി വെച്ചു തന്നവർക്കൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ വാദം. അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് സഹായത്തെയും പ്രാർത്ഥനയും കൂട്ടിക്കലർത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വസ്വാസ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഇതായിരുന്നു ഇതുവരെ മുജാഹിദുകൾ ഇവിടെ പിന്തുടർന്നത്. അതാണ് ഈ ചോദ്യത്തിന്റെ മാനദണ്ഡവും. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ ഓരോന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ച നിങ്ങളെ അതൊന്നും ഇവിടെ പറയണ്ട. ഞാൻ ചോദിക്കുന്നത്, അതിന്റെ മുജാഹിദുകൾ ഇതിന് പറയുന്ന ഒരു നിർവചനം ഉണ്ടാവും. പ്രാർത്ഥന എന്താണ്? ആ പ്രാർത്ഥനയുടെ നിർവചനവും അതേത് കിതാബിലാണ് പറഞ്ഞത് എന്നും ഒന്ന് ഇനി ഇല്ലെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ പറയാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയും, അതിൽ പ്രശ്നമൊന്നുമില്ല. എന്താണ് പ്രാർത്ഥന എന്നും എപ്പോഴാണ് ആവുകയെന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ പറഞ്ഞ ആ നിർവചനം, അല്ലെങ്കിൽ നിങ്ങൾ ആ നിർവചനം മാത്രം ഒന്നും കൊണ്ട് പറയാം. എന്നിട്ട് അത് ഏത് കിതാബിൽ പറഞ്ഞു, ഏത് പണ്ഡിതൻ പറഞ്ഞു എന്ന് ഒന്ന് വ്യക്തമാക്കി തന്നാൽ പ്രസംഗമൊന്നും ആവശ്യമില്ല. മെല്ലെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് പറ്റം തീരുമാനം ഒന്ന് മൈക്കൊടുക്കും, വേഗം തീരുമാനം. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞിപ്പം സാങ്കേതിക തലത്തിലുള്ള പ്രാർത്ഥന, ഒറിജിനൽ പ്രാർത്ഥന, അതെന്താണ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇസ്ലാമില് ഒരു മിനിറ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇസ്ലാമിൽ 1 ലക്ഷത്തി ചില്ലാനും പ്രവാചകന്മാരോ 25 പ്രവാചകന്മാരെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ആ പ്രവാചകന്മാരോ ആരും ഈ 2 പ്രാർത്ഥന ഇസ്ലാമിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരു ഏതൊക്കെ നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയട്ടെ. മമ്പറത്തെ തങ്ങളോട് കുട്ടീനെ ചോദിക്കണു, മടവൂർ CM-നോട് കുട്ടികളെ ചോദിക്കട്ടെ. അല്ല നിക്ക് നിർവചനം ചോദിച്ചാണ്. അപ്പൊ നിർവചനം തന്നെ ഈ പറയുന്നത്. എനിക്ക് 2 പ്രാർത്ഥന പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബേ കാക്ക്, എല്ലാ ആവശ്യങ്ങളും പടച്ച തമ്പുരാനോട് സമർപ്പണം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന്, മൊയ്തീൻ ശേഖയെ കാക്ക്, റിവായ് ശേഖയെ കാക്ക്, മമ്പറത്തെ തങ്ങളെ കാക്ക് എന്ന് പറയുന്ന മറ്റൊരു പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥന 25 പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾ എനിക്ക് തെളിവ് ഖുർആനും തിരുസുന്നത്തും ഉദ്ധരിച്ച് തരി. എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. പ്രാർത്ഥനയാണ് വിഷയം. പ്രാർത്ഥന അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന പടച്ച റബ്ബിനോട് മാത്രം എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് ഉന്നയിച്ചത്. അതന്നെ ഈ പറഞ്ഞത്. രണ്ട് പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞ് പടച്ച റബ്ബേ കാക്ക്, എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന പടച്ച റബ്ബിനോട്, കേൾക്കുന്ന റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥന. ഇത് രണ്ടാമത്തെ പ്രാർത്ഥന പറഞ്ഞ് കേൾക്കാതെ മരണപ്പെട്ടതെല്ലാം പറയുന്നത് കേൾക്ക്. അഭൗതികമായ അവസ്ഥയിലാണ് ചോദിക്കുന്നത്. പടച്ച റബ്ബിനോട് ഭൗതികമായ അവസ്ഥയിലാണ് ചോദിക്കുന്നത്? അല്ല, അഭൗതികമായ അവസ്ഥയിലാണ്. രണ്ടും അഭൗതികമായി. അതുകൊണ്ട് തന്നെ രണ്ടും തലമുറ ബന്ധപ്പെടുത്തുമ്പോൾ രണ്ടും ഒരേ തലത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകളെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും വെച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഖാല റബ്ബുക്കും ഉദ്ഖൂനി ഒരൊറ്റ ആയത്താണത്. അല്ലെ, ആയത്താണ്. ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായത്? അതായത് പ്രാർത്ഥന എന്ത് എന്ന് മൂപ്പര് ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് പ്രാർത്ഥന എന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരാൻ പോകും കേട്ടോ. പ്രാർത്ഥന അള്ളാഹിനോടെ പറ്റും. അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. നിങ്ങൾ ഒരുപാട് കാലമായി സമുദായത്തെ പറഞ്ഞു പറ്റിച്ചിരുന്ന വളരെ ഇവിടെ ശ്രദ്ധിക്കണം, ഉത്തരം വ്യക്തമാണ്. വളരെ ശ്രദ്ധിച്ചോളൂ.
ശ്രദ്ധയോടെയാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിക്കുന്നത് അത് പ്രാർത്ഥനയല്ല. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അതിന് പ്രാർത്ഥന എന്ന് പറയൂല. അതാണ് നമ്മൾ പറയുന്നത്. അത് അമ്പിയാക്കൾ ചെയ്തു എന്നാണോ നിങ്ങളുടെ ചോദ്യം? എന്നാ ഞാൻ പറയുന്നു ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇനി ചെയ്യുകയും ചെയ്യുമെന്നാണ് അതിന്റെ വളരെ ശക്തമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അവ രണ്ടും കൂടി ഇപ്പൊ വ്യക്തമാവാൻ പോവാണ്. കേട്ടോളൂ. മഹാനായ ഒറ്റ നബിനെ നമ്മൾ എടുക്കുക, എന്നാ പെട്ടെന്ന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, അല്ലേ? ഈസാ നബി അലൈഹിസ്സലാം, അതാ ഈസാ നബി അള്ളാഹുവിനോട് ധാരാളം വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല, നിങ്ങൾക്കും തർക്കമില്ല. എന്നാൽ അതേ ഈസാ നബി അലൈഹിസ്സലാം തന്നെ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് വന്നിട്ട് നബിയെ എന്നെ സഹായിക്കണം എന്ന് പറയുന്നുമുണ്ട്. അതിന് പറയാനുള്ള ഒരു വാക്കാണ്. അവ രണ്ടും വളരെ വ്യക്തമാണ്. അല്ലാഹുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതേ സമയത്ത് ഞങ്ങൾ സഹായം തേടുന്നു. ആരോട്? ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ അമ്പിയാക്കളോട്, ഔലിയാക്കളോട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക, അതിന് പ്രാർത്ഥന എന്ന് പറയൂല. അവിടെയാണ് വിഷയമുള്ളത്. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിച്ചോളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നേരാണ് നമ്മൾ തീർക്കാൻ പോകണം. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു നബിയും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമെന്നാണല്ലോ നിങ്ങൾ സൂചിപ്പിച്ചത്. ഇവിടെ ശ്രദ്ധിക്കണം, മറുപടി ശ്രദ്ധിക്കണം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, അത് വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു തേട്ടം അത് അമ്പിയാക്കൾ നടത്തിയിട്ടില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നബി ചെയ്തോ എന്നല്ല ചോദ്യം. അതിനെന്റെ മറുപടി അതാ ഇനി ഇവിടെ ഇറങ്ങി വരുന്ന മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് ചെന്ന് സഹായം തേടും. അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അവ വളരെ കൃത്യമായി ഞാൻ പറയുന്നു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും, സഹായം തേട്ടം എല്ലാവരോടുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തെ, ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇത് മനസ്സിലാക്കി തന്നാൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നബിയുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി സഹായം തേടുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാം? വളരെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. പറയും അതിനെക്കുറിച്ച് പറയാനുള്ളത് വേഗം പറയാം. ചിലരെ ഈ ഹദീസ് കേട്ടിട്ട് ഏതെങ്കിലും സഹാബികളോ താബിങ്ങളോ തബൗ താബിങ്ങളോ അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് ഒരു തെളിവ് നിങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും? അതെ, ഞാനേ അത് പറഞ്ഞു. അതൊക്കെ അത് നിങ്ങൾ റെഡിമെയ്ഡ് ചോദ്യമാണ്. ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇതുവരെ എവിടെ പറഞ്ഞത് എല്ലാരും കേട്ടതാ. ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ എന്നാണല്ലോ ചോദിച്ചത്. അതിന് ഈ സമൂഹം സാക്ഷിയാ. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? തർക്കമില്ലല്ലോ. ആ നബി തങ്ങൾ തന്നെ പറയുകയാണ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്റെ ഖബറിന്റെ സമീപത്ത് വരും. എന്റെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി വരും. എന്നിട്ട് മുഹമ്മദ് എന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ നിഷ്പക്ഷമായി ചിന്തിച്ചോളൂ. നിങ്ങളെ ചോദ്യം ഞങ്ങളെ ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും ഒരു നബി, ചോദ്യം ശ്രദ്ധിച്ചല്ലോ, ഏതെങ്കിലും ഒരു നബി വഫാത്തായ നബിയോട്, ഏതെങ്കിലും ഒരു നബി വഫാത്തായ ആളുകളോട് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം പേടിയോടുന്നല്ലേ ചോദ്യം? അതിന് പ്രാർത്ഥന എന്ന് പറയൂല. ഞാൻ അതിന്